പ്രതിപക്ഷം എന്നത് ഒരു രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയുടെ സുപ്രധാന ഭാഗമാണ്. സർക്കാരിനെ ചോദ്യം ചെയ്യുക, തെറ്റുകൾ ചൂണ്ടിക്കാട്ടുക, ജനങ്ങളുടെ ശബ്ദമായി മാറുകയും ചെയ്യുക എന്നത് പ്രതിപക്ഷത്തിന്റെ കടമയാണ്. എന്നാൽ സമീപകാലത്ത് നമ്മൾ കാണുന്നത് ഈ കടമകളെല്ലാം മറന്ന് വ്യക്തിപരമായി അധിക്ഷേപങ്ങളിലേക്കും നിലവാരമില്ലാത്ത വിമർശനങ്ങളിലേക്കും കൂപ്പുകുത്തുന്ന രാഷ്ട്രീയ ശൈലിയാണ്. ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്രയിൽ നടന്ന സംഭവം. ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ദർഭംഗയിൽ നടന്ന രാഹുൽ ഗാന്ധിയുടെ റാലിക്കിടെ അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിന്റെ അമ്മയ്ക്കുമെതിരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ച് മുദ്രാവാക്യം വിളിച്ചു. ഈ സംഭവം രാഷ്ട്രീയ ലോകത്ത് വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഒരു പ്രധാനമന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അത് രാഷ്ട്രീയ മര്യാദകൾക്ക് വിരുദ്ധമാണ്. എന്നിട്ടും കോൺഗ്രസ് പ്രവർത്തകർ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ തന്നെ ഇത്തരം വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ച് മുദ്രാവാക്യങ്ങൾ മുഴക്കി. ഈ സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമ്പോൾ ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് വലിയ അപമാനമാണെന്ന് BJP ആരോപിക്കുന്നു. ഈ വിഷയം വിവാദമായപ്പോൾ കോൺഗ്രസ് നേതാവ് റാഷിദ് അൽവി ഈ സംഭവത്തെ അപലപിച്ചുവെങ്കിലും ഇത്തരത്തിലുള്ള നിലവാരമില്ലാത്ത സംഭാഷണങ്ങൾ പാർട്ടി പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന് പറഞ്ഞൊഴിയുകയാണ് ചെയ്തത്. എന്നാൽ BJP പറയുന്നത് ഈ സംഭവത്തിന് രാഹുൽ ഗാന്ധി നേരിട്ട് മാപ്പ് പറയണമെന്നാണ്. ഈ സംഭവം നടക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി വേദിയിൽ ഉണ്ടായിരുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ റാലിയിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രവർത്തകർ നടത്തിയ ഈ അധിക്ഷേപം അദ്ദേഹത്തിന് അനുമതിയോടുകൂടിയാണോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. തികച്ചും ഈ ചോദ്യം ന്യായമാണ്. കാരണം ഒരു നേതാവ് തന്റെ റാലിയിൽ പങ്കെടുക്കുന്ന ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിൽ ഉത്തരവാദിത്തമുള്ളവനായിരിക്കണം. തങ്ങളുടെ പ്രവർത്തകർ ഇത്തരം മോശം പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അവരെ തടയാൻ നേതാക്കൾക്ക് സാധിക്കണം. ഇത്തരം നിലവാരമില്ലാത്ത പ്രസ്താവനകൾ രാഹുൽ ഗാന്ധിക്ക് പുതിയ കാര്യമല്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ ഇത്തരം അധിക്ഷേപങ്ങൾ കാണുന്നുണ്ട്. ചൌക്കിദർ ചോർഹെ, അതായത് കാവൽക്കാരൻ കള്ളനാണ് എന്ന പ്രസ്താവന മുതൽ സ്യൂട്ട് ബൂട്ട് കി സർക്കാർ, സ്യൂട്ടും ബൂട്ടും ഇട്ടവരുടെ സർക്കാർ എന്ന പരിഹാസം വരെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇത് അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി മോദിയെ വ്യക്തിപരമായി ആക്രമിക്കാനുള്ള ഒരു മാർഗമായി മാറിയിരിക്കുന്നു. രാഷ്ട്രീയം എന്നത് ആശയങ്ങളെക്കുറിച്ചും നയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. എന്നാൽ നമ്മൾ കാണുന്നത് രാഹുൽ ഗാന്ധിയുടെ പക്ഷത്തു നിന്നും വ്യക്തിപരമായ അധിക്ഷേപങ്ങളും കുടുംബത്തെ പോലും വലിച്ചഴിച്ചുള്ള ആക്രമണങ്ങളുമാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിന്റെ മാതാവിനെയും മോശമായി ചിത്രീകരിക്കുന്നത് ഒരു രാഷ്ട്രീയ നേതാവിന് യോജിച്ചതല്ല. ഇത് രാജ്യത്തിന് തന്നെ നാണക്കേടാണ്. ഇത്തരത്തിലുള്ള പ്രവണതകൾ ഇല്ലാതാക്കാൻ നമ്മൾ ജനാധിപത്യപരമായി ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട്. ഇത്തരം നിലവാരമില്ലാത്ത രാഷ്ട്രീയ ശൈലി രാഹുൽ ഗാന്ധിയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ തിരിച്ചടിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരുപാട് വർഷങ്ങളായി രാജ്യത്തെ സേവിക്കുന്ന പാർലമെന്റ് അംഗമായിട്ടും രാഷ്ട്രീയത്തിൽ ഇത്രയും കാലം പ്രവർത്തിച്ചിട്ടും രാഹുൽ ഗാന്ധിക്ക് ഇപ്പോഴും എന്താണ് ശരിയായ രാഷ്ട്രീയ മര്യാദ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നതാണ് BJP ആരോപിക്കുന്നത്. ഇത് വെറും ഒരു രാഷ്ട്രീയ ആക്രമണമായി കണക്കാക്കാനാകില്ല. ഒരു പ്രധാനമന്ത്രിയെ അപമാനിക്കുന്നത് രാജ്യത്തെ അപമാനിക്കുന്നത് തുല്യമാണ്. ഈ പ്രവണത തുടരുകയാണെങ്കിൽ നമ്മുടെ ജനാധിപത്യം തന്നെ അപകടത്തിലാകും. ഒരു ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷം ഉണ്ടാകേണ്ടത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറയണം. അദ്ദേഹം മാപ്പ് പറയുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രവർത്തകർക്ക് ഒരു സന്ദേശം നൽകും. ഇത് രാഷ്ട്രീയത്തിൽ ഒരു പുതിയ മാതൃക സൃഷ്ടിക്കും. ഇതൊരു രാഷ്ട്രീയ പ്രവർത്തകന് ജനങ്ങളോടുള്ള ഉത്തരവാദിത്തത്തെയും ആദരവിനെയും കുറിക്കുന്നു. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.